ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോ മറൈമാനിയ. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ ഡോക്ടർ ആമത് ശശി. നമ്മൾ ഒരു പുതിയ വണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ഹൈബ്രിഡ് കാറുകൾ, അല്ലെങ്കിൽ ഒരു സാധാ ഒരു നോർമലി ആസ്പിറേറ്റഡ് എൻജിൻസ് ഉപയോഗിക്കുന്ന കാറുകൾ എടുക്കുമ്പോൾ, നമ്മൾ പുതിയതായി ഓരോ വണ്ടികൾ എടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഫർമേറ്റീവും ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് കുറച്ച് കാര്യങ്ങൾ മുൻപേ തന്നെ കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഇതിൽ മെയിനായിട്ടും പറയുന്ന കാര്യങ്ങൾ ബ്രേക്ക് ഇൻ പീരീഡിനെ കുറിച്ചാണ്, PDI മെയിൻ്റനൻസിനെ കുറിച്ചാണ്, എസ്പെഷ്യലി ഹൈബ്രിഡ് വെഹിക്കിളിനെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങളാണ്. നോർമലി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ജപ്പാൻ വണ്ടികളായ സുസുക്കി, പിന്നെ ടൊയോട്ട, ഫോക്സ് വാഗൻ, പിന്നെ ജർമ്മൻ വണ്ടികളായിട്ടുള്ള മറ്റു വണ്ടികളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നമ്മളൊരു വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായി പാലിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്തുള്ള PDIയുടെ കാര്യങ്ങളാണ്. PDIക്ക് മുമ്പായിട്ട് തന്നെ ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം. നമ്മളൊരു വണ്ടി എടുത്തു, ടേക്ക് ഓവർ ചെയ്തു, കൊണ്ടുവന്നതിന് ശേഷം ഹാർഡ് ബ്രേക്കിങ്സ് ഒന്നും ചെയ്യാൻ പാടില്ല. ഹാർഡ് ബ്രേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എസ്പെഷ്യലി ഹൈബ്രിഡ് സംബന്ധമായ വെഹിക്കിളിലെല്ലാം റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. മാത്രമല്ല പുതിയ സാധാ നോർമലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വെച്ച വണ്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ടർബോ ചാർജ്ഡ് എഞ്ചിൻ ആണെങ്കിൽ പോലും, നമ്മൾ പുതിയ ഒരു വണ്ടി എടുത്തുകൊണ്ട് ഹാർഡ് ബ്രേക്കിങ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊക്കെ എങ്ങനെയാണെന്നിരുന്നാലും അതിനകത്ത് അലൈൻമെൻറ്റ് ഇഷ്യൂസ്, ബോൾട്ട് ടൈറ്റ്നസ്, ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ചെയ്യുന്നതോടൊപ്പം ചിലപ്പോൾ ബ്രേക്കിൻ്റെ തേയ്മാനത്തിന് കൂടുതൽ ഭംഗം വരാൻ ഇത് കാരണമാകും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാകും. ബ്രേക്ക് തേയ്മാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാറണ്ടി ഇഷ്യൂ ആവുന്നില്ല. കുറേ കമ്പനികളിൽ വാറണ്ടി ഇഷ്യൂ ആവുന്നില്ല. ടൊയോട്ട, മസ്ത പോലുള്ള വണ്ടികളിൽ, വാഹനങ്ങളിൽ ഇതിനൊക്കെ വാറണ്ടി ഇഷ്യൂഡ് ആവത്തില്ല. ഷോറൂമിൽ നിന്ന് ഇറക്കിയതിന് ശേഷം തന്നെ നമുക്ക് പിന്നെ ബ്രേക്കിന് ഒരു തരത്തിലുള്ള വാറണ്ടികളും നമുക്ക് ലഭ്യമാകുന്നതല്ല. അപ്പോൾ നമ്മൾ ഹാർഡ് ബ്രേക്കിങ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് പീരീഡിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. ബ്രേക്കിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു വണ്ടി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് വെൽ എഞ്ചിനീയർഡ് ആയിട്ടുള്ള കാറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഹാർഡ് ബ്രേക്കിങ്സ്, മീൻസ് സഡൻ സ്റ്റോപ്സുകൾ നമ്മൾ കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മാക്സിമം പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള ബ്രേക്ക് പാഡുകളിൽ പ്രഷർ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രക്രിയകൾ നമ്മൾ പലരും യൂട്യൂബ് വീഡിയോകളിൽ പുതിയ വണ്ടികളൊക്കെ എടുത്ത് കാണിക്കാറുണ്ട്. അതുപോലെ ഒന്നും ചെയ്യരുത്. നമ്മൾ ആ ഒരു അവോയ്ഡ് സഡൻ സ്റ്റോപ്സ് അങ്ങനെ പെട്ടെന്ന് കൊണ്ടുവന്ന് നിർത്തുക, അതൊന്നും ചെയ്യാൻ പാടുള്ളതല്ല. എസ്പെഷ്യലി ഹൈബ്രിഡ് വെഹിക്കിൾസിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം ഹൈബ്രിഡിൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾക്ക് ഹൈബ്രിഡ് ബ്രേക്കുകളെ സംബന്ധിച്ചാണെങ്കിൽ മോർ ദാൻ 100,000, അതായത് 1,00,000 കിലോമീറ്ററിന് മേളിൽ നല്ല വർക്കിംഗ് കേപ്പബിലിറ്റിയോട് തന്നെ അത് ഒരു പ്രശ്നവുമില്ലാതെ തുടരുന്ന ബ്രേക്ക് പാഡുകളാണ്, എസ്പെഷ്യലി ടൊയോട്ടയുടെ ഇന്നോവ, ഹൈക്രോസ് പോലുള്ള വണ്ടികളൊക്കെ. അപ്പോൾ അത് മാത്രമല്ല ഹാർഡ് ബ്രേക്കിങ്ങും പിന്നെ ഇതിനൊക്കെ വാറണ്ടി വോയിഡ്സൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഹൈബ്രിഡ് ബ്രേക്കിലും ബ്രേക്ക് പാഡുകളിലും ഉണ്ടാവാറുണ്ട്. ബ്രേക്കിൻ്റെ ഡിസ്കിന് നല്ല പ്രൈസ് ആവും ഹൈബ്രിഡിൻ്റെ വെഹിക്കിളിനെ സംബന്ധിച്ചാണെങ്കിൽ. മോർ ദാൻ 500 euros ആണ് ജർമ്മനിയിലെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻജിൻസിനെ പറ്റിയാണ് പറയുന്നത്. ഒരു പുതിയ വണ്ടി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ എൻജിൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഓൾഡ് സ്കൂൾഡ് ഡ്രൈവേഴ്സിനെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഓൾഡ് സ്കൂൾ ഡ്രൈവറിനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 500 മൈൽസ് മുതൽ 1000 മൈൽസ് വരെയാണ് നമുക്ക് ബ്രേക്കിംഗ് പീരീഡ് ആയിട്ടുള്ളത്. 1000 മൈൽസ് എന്ന് പറയുമ്പോൾ 8,500 കിലോമീറ്റർ. ഈ 500-നും 1000-നും ഇടയ്ക്ക് നമ്മൾ കമ്പൾസറി ആയിട്ടും ഓയിൽ ചേഞ്ച് ചെയ്യണം. എസ്പെഷ്യലി ടൊയോട്ട, മസ്ത, പിന്നെ ഫോക്സ് വാഗൻ പോലുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, നമ്മൾ മാരുതി പോലുള്ള മാരുതി സ്വിഫ്റ്റ് ഡിസയർ, സ്വിഫ്റ്റ്, ഇങ്ങനെ മാരുതി ബ്രെസ, ഹൈബ്രിഡ് സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് ഉള്ളത്, അല്ലെങ്കിൽ CVT വെച്ച് അങ്ങനെ ട്രാൻസ്മിഷൻസ്, മാനുവൽ ട്രാൻസ്മിഷൻ ഉള്ള എല്ലാ വെഹിക്കിൾസിനും 500-1000 മൈൽസ്, ഏകദേശം ഒരു 3000 കിലോമീറ്ററിന് ഒക്കെ ആകുമ്പോഴത്തേക്ക് 5000 കിലോമീറ്ററിനുള്ളിൽ വെച്ചിട്ട് 3000 കിലോമീറ്റർ മുതൽ 5000 കിലോമീറ്ററിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് എൻജിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യണം. വേറെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, എൻജിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യേണ്ടതാണ്, അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഇതിൽ എപ്പോഴും ഡിബ്രി വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പുതിയ എൻജിൻസിനെ സംബന്ധിച്ച് മെറ്റാലിക് വിയർ സ്റ്റാർട്ടപ്പിൽ വളരെ കൂടുതലായിരിക്കും. കാരണം നമ്മളൊരു ഫ്രഷ് പ്രിട്ടി പാക്കഡ് എൻജിൻ നമുക്ക് എടുത്ത് തന്നിട്ട് ജസ്റ്റ് റെവപ്പ് ചെയ്ത് അവർ
കുറച്ച് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഓയിൽ സീല്, സീറ്റിങ് കാര്യങ്ങൾ, അതിൻ്റെ ടൈമിങ്, വാൽവ്സ് ചെക്കിങ്, അങ്ങനെയുള്ള ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ദെൻ ECM കണക്ട് ചെയ്ത് അതിൻ്റെ കേപ്പബിലിറ്റി ബാക്കി കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം നേരെ അത് എഞ്ചിൻ റൂമിലേക്ക് കയറ്റുന്നത് കൊണ്ടും, രണ്ടാമത്തെ കാര്യം അവർ അന്ന് തന്നെ ഫില്ല് ചെയ്ത എഞ്ചിൻ ഓയിൽ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു 500 to 1000 മൈൽസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓയിൽ ചേഞ്ച് ചെയ്യണം. കിലോമീറ്ററിൽ ഉദ്ദേശിച്ച് മൈൽസിലാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് മൈൽസിലാണ് നമ്മൾ സാധാരണ ഫോറിനിലെല്ലാം ഇങ്ങനെ മൈൽസിലാണ് പറയാനുള്ളത്. അപ്പോൾ കിലോമീറ്റർ സംബന്ധിച്ച് നമ്മളത്തേക്ക് 3000 മുതൽ 5000 കിലോമീറ്ററിനുള്ളിൽ വെച്ച് തന്നെ ഫസ്റ്റ് എഞ്ചിൻ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യണം. അതിൻ്റെ വിസ്കോസിറ്റിയെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണേഴ്സ് മാനുവലിൽ നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ 500 മുതൽ 1000 മൈൽസ്, ഈ ഒരു ആദ്യത്തെ ഒരു 2000 കിലോമീറ്ററിൽ അവോയ്ഡ് ഹാർഡ് ആക്സിലറേഷൻസ്. ഓക്കെ, ഒരിക്കലും തന്നെ ഹാർഡ് ആക്സിലറേഷൻ ചെയ്യാൻ പാടില്ലതല്ല. ഹാർഡ് ആക്സിലറേഷൻ ചെയ്യുമ്പോൾ വണ്ടിയിൽ ഡിബ്രി വളരെയധികം കൂടും, തേയ്മാനം വളരെയധികം കൂടുന്നതായിരിക്കും. അതാണ് നമ്മൾക്ക് സാധാരണയായി കാണാൻ കഴിഞ്ഞു വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരു വണ്ടി ടേക്ക് ഓവർ ചെയ്ത ഉടനെ തന്നെ ഹൈവേയിൽ ഹൈ സ്പീഡിൽ, അതായത് 80ക്ക് മേളിൽ പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഇത് വണ്ടിയുടെ ലൈഫിനെ ചുരുക്കും. ഇപ്പം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് വണ്ടി മറച്ച് വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു വണ്ടിയൊക്കെ പെട്ടെന്ന് എടുക്കുന്ന സമയത്തുള്ള ആ ഒരു ഇമോഷണൽ കാര്യങ്ങളിലൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മളിത് എടുത്ത് വെച്ച് നല്ല കാല് കൊടുത്ത് നമ്മൾ ആക്സിലറേറ്റർ പ്രസ് ചെയ്ത് നല്ല സ്പീഡിൽ പോകാറുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ ഹൈബ്രിഡ് വണ്ടികളെ സംബന്ധിച്ചും സാധാ വണ്ടികളെ സംബന്ധിച്ചും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഈ 2000 കിലോമീറ്ററിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഹില്ലി ഏരിയാസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഹില്ലി ഏരിയാസ് ഫസ്റ്റ് ഒരു 2000 കിലോമീറ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഹില്ലി ഏരിയാസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ